കാര്യം അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബ ദുനിയവിയ ലോകത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നുള്ള ദിക്റിനെയാണ് അഹബ്ബു ഇലയ്യ. അതാണ് അതിന്റെ ഫളായിലുകളാണ് നമ്മൾ പറഞ്ഞിങ്ങനെ വന്നത്. ഉഹദ് മലയോളം സവാബ് ലഭിക്കുന്ന അമല്, മീസാൻ എന്ന തുലാസിൽ ഏറ്റവും ഭാരം തോന്നുന്ന അമല്. അങ്ങനെ പറഞ്ഞു വന്നിട്ട് പറയാണ് ഹബീബാനബിത്തങ്ങൾ പറയാണ് ലഅൻ അഖൂല സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് പറയൽ അഹബ്ബു ഞാൻ ഇഷ്ടപ്പെടുകയാണ്, അഹബ്ബു ഇലയ്യ മിമ്മാ തലഅത് അലൈഹി ശംസു. ഈ ദുനിയാവിലുള്ള സകലമാന വസ്തുക്കളെക്കാളും എനിക്ക് ഏറ്റവും പ്രിയം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് പറയലാണ്. മനസ്സിലായി? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു നോക്കിയാണ്. അപ്പൊ ചോദിക്കാനില്ല, തങ്ങളെ സ്വർണത്തിനേക്കാൾ ഇഷ്ടം ഇതിനോടാണോ, വെള്ളിയേക്കാൾ ഇഷ്ടം ഇതിനോടാണോ? നബി തങ്ങളെ നിങ്ങളുടെ കുടുംബങ്ങളെക്കാൾ ഇഷ്ടം ഇതിനോടാണോ? നിങ്ങളുടെ വീടിനേക്കാൾ, നിങ്ങളുടെ പറമ്പിനേക്കാൾ, നിങ്ങളുടെ വാഹനത്തിനേക്കാൾ ഇഷ്ടം ഇതിനോടാണ് യാ റസൂലല്ലാഹ് എന്ന് പറയാൻ ഒരു ചാൻസ് ഇല്ല, ചോദിക്കാൻ പോലും ചാൻസ് ഇല്ല. ആ രീതിയിലാണ് ഹബീബാനബി തങ്ങൾ പറയുന്നത്. മിമ്മാ തലഅത് അലൈഹി ശംസു, സൂര്യൻ എന്തിന്റെ മേലൊക്കെയാണ് ഉദിക്കുന്നത് അതിനേക്കാൾ മുഴുവനും എനിക്ക് ഇഷ്ടം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നാണ്. ഞങ്ങളുടെ എന്തുണ്ടോ? വീടിന്റെ മുകളിലേക്ക് സൂര്യൻ ഉദിക്കൂലേ, സൂര്യന്റെ പ്രകാശം തട്ടൂലേ, വീടിനേക്കാൾ എനിക്ക് ഇഷ്ടം ഇതാണ്. ഈന്തപ്പന മരത്തിന്റെ ഈന്തപ്പന തോട്ടങ്ങൾ, അതിനേക്കാൾ ഇഷ്ടം എനിക്കിതിനോടാണ്. കാരണം ഈന്തപ്പന തോട്ടങ്ങളുടെ ഇടയിലേക്ക് സൂര്യൻ ഉദിക്കൂലേ. എല്ലാത്തിനേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് പറയലാണ്. അതിന് കാരണം എന്താണെന്നറിയോ? ഹബീബാനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സഹാബ നിങ്ങൾ ഈ പറയുന്ന ദിക്റുണ്ടല്ലോ, അതാണ് ഭൂമി ലോകത്തിൽ ശേഷിക്കുന്ന എന്നെന്നും നിലനിൽക്കുന്ന ദിക്ർ ഇതാണ്. സുബ്ഹാനല്ലാഹ് ഇസ്തഗ്ഫിറൂ മിനൽ ബാഖിയാത്തിസ് സ്വാലിഹാത്ത്. എങ്ങനെ വന്നാലും നശിച്ചു പോകാത്തൊരമലുണ്ടെങ്കിൽ അത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നാണ്. ഹബീബാനബി തങ്ങൾ പറയാൻ അത് നിങ്ങൾ പെരുപ്പിക്കണം സഹാബാ. ഇസ്തഗ്ഫിറൂ മിനൽ ബാഖിയാത്തിസ് സ്വാലിഹാത്ത്. ചില അമലുകൾ കാരണമായി പൊളിഞ്ഞു പോകും. ചില അമല് ഹജ്ജ് പോലും പൊളിഞ്ഞു പോകുന്നതില്ലേ? ഹജ്ജ് പൊളിഞ്ഞു പോകുന്ന സന്ദർഭങ്ങളില്ലേ? ഉംറ പൊളിഞ്ഞു പോകുന്ന സന്ദർഭങ്ങളില്ലേ? നിസ്കാരം പൊളിഞ്ഞു പോകുന്ന സന്ദർഭങ്ങളില്ലേ? നോമ്പ് പൊളിഞ്ഞു പോകുന്ന സന്ദർഭങ്ങളില്ലേ? എല്ലാ അമലുകളും പൊളിഞ്ഞു പോയാലും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നുള്ള ദിക്റുണ്ടല്ലോ, ഒരിക്കലും അത് പൊളിഞ്ഞു പോകില്ല. ഒരു ഹറാം കണ്ടതുകൊണ്ടോ, ഒരു ഹറാം കേട്ടതുകൊണ്ടോ, ഒരു ഹറാം സംസാരിച്ചതുകൊണ്ടോ, എന്തെങ്കിലും മോശത്തരം ചിന്തകൾ മനസ്സിന്റെ ഉള്ളിലേക്ക് കടന്നു വന്നതുകൊണ്ടോ ഈ ദിക്റിനൊരു കോട്ടം വരികയില്ല. ഇത് എന്നെന്നും ശേഷിക്കുന്ന ദിക്റാണെന്ന് ഹബീബാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ഹബീബാനബി തങ്ങൾ പറയുകയാണ്, യഹ്തുതുൽ ഖതായ
മുഴുവൻ ദോഷങ്ങളെയും അത് കൊഴിച്ചു കളയുന്നതാണ്. പുറത്തു തരുമെന്നല്ല പറഞ്ഞത്, അവിടെ കൊഴിച്ചു കളയും, കൊഴിഞ്ഞു പോകും ദോഷങ്ങൾ മുഴുവനായി. ഏതുപോലെ കമാ തഹുത്തു ഷജറത്തു വറഖഹാ, ഉണങ്ങിയ മരത്തിന്റെ മുകളിൽ നിന്ന് ഇലകൾ കൊഴിഞ്ഞു പോകാറില്ലേ, അതുപോലെ മനുഷ്യന്മാരുടെ ജീവിതത്തിൽ നിന്ന് ഇലകൾ കൊഴിഞ്ഞു പോകുന്നത് പോലെ ദോഷങ്ങൾ കൊഴിച്ചു കളയുമെന്ന് റസൂലുള്ളാഹ്. എന്താ ഒട്ടപ്പറബ്ദുൽ കരീമാക്ക് നിങ്ങൾക്ക് മനസ്സിലായത്? ഇല കൊഴിഞ്ഞു പോകുന്നത് പോലെ ദോഷങ്ങൾ കൊഴിഞ്ഞു പോകും. എന്ത് ചെല്ലൽ കൊണ്ട്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു. അപ്പം മുത്തുനബി തങ്ങൾക്ക് ഭൂമി ലോകത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്റ്, എന്നെന്നും ശേഷിക്കുന്ന ദിക്റ്, ഇന്നത്തെ പാടാതൊക്കെ മുത്തുനബി തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്റ്, എന്നെന്നും നിലനിൽക്കുന്ന ദിക്റ്. മൂന്നാമത്തത് ഉണങ്ങിയ മരത്തിന്റെ മുകളിൽ നിന്ന് ഇലകൾ കൊഴിഞ്ഞു പോകുന്നത് പോലെ ദോഷങ്ങൾ കൊഴിഞ്ഞു പോകുന്ന ദിക്റ്. മനസ്സിലായില്ലേ? അവിടെ പൊറുക്കുന്നല്ല, ദോഷം പൊറുക്കുക എന്നല്ല പറഞ്ഞത്, കൊഴിഞ്ഞു പോവുക, ഉണ്ടാവില്ല, പിന്നെ ആ സാധനം മടങ്ങി വരൂല, പിന്നെ ആ സാധനം മടങ്ങി വരൂല. ഉണ്ടോ? ഒരില കൊഴിഞ്ഞു പോയാൽ പിന്നെ അതിന്റെ മുകളിൽ തന്നെ മടങ്ങി പോവോ? ഇല്ലല്ലോ. മടങ്ങിപ്പോകുന്നൊരു കാലം ഉണ്ടാവോ? നിങ്ങളൊന്ന് ആലോചിക്കുകയാണ്. മരം അവിടെ ബാക്കിയാകും. ഈ കാണുന്ന ഉണങ്ങിയ ഇലകൾ കൊഴിഞ്ഞുപോയി അത് മണ്ണിൽ ലയിച്ചില്ലാതെയാകും. വേണമെങ്കിൽ കുറച്ച് ആൾക്കാരെ കൂടിയിട്ട് അടിച്ചു വാരിയിട്ട് അതിനെ കത്തിക്കുകയും ചെയ്യും. കത്തിച്ചാ പിന്നെ അതിന്റെ വെണ്ണീര് കാറ്റിലൂടെ പാറി പാറി നടക്കുമെന്നല്ലാതെ ആ മരത്തിലേക്ക് അടുക്കുക പോലും ഇല്ല. ഉണ്ടോ? ഇല്ല. അതുപോലെയാണ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്നുള്ള ദിക്റ്. ഇത് തബറാനി ഇമാം ഉദ്ധരിക്കുന്ന ഹദീസാണ്. നാലാമത്തായി ഹബീബാൻ നബി തങ്ങൾ പറയുകയാണ്, വഹുന്ന മിൻ കുനൂസിൽ ജന്ന. അവിടെ അവസാനിപ്പിക്കുകയാണ് സഹാബ, ഈ 4 ദിക്റുകൾ ഉണ്ടല്ലോ, അത് കുനൂസിൽ ജന്ന, അത് സ്വർഗത്തിന്റെ നിധിയാണെന്ന്, സ്വർഗത്തിന്റെ നിധിയാണെന്ന്, സ്വർഗത്തിന്റെ നിധിയാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിധിക്ക് വേണ്ടി പരക്കം പായുന്നവരെ, എന്തിനാ പരക്കം പായുന്നത്? ഇതല്ല പോരെ. നിധിക്ക് വേണ്ടി പാടുപെടുന്നവരെ, എന്തിനാ പാടുപെടുന്നത്? ദിക്ർ ചൊല്ലിയാ പോരെ. നിധി കിട്ടാൻ ആഗ്രഹിക്കുന്ന വല്ലാത്ത ആൾക്കാരുണ്ട്. നിധി കിട്ടണം, നിധി കിട്ടണം. എന്നിട്ട് അടിമടിയൊക്കെ പോയി നോക്കുക, എന്നിട്ട് പറമ്പിൽ എന്നിട്ട് ഇങ്ങനെ മാന്തന്നെ 10-15 ദിവസം മാന്തി കിട്ടണില്ല. അവസാനം അയാളടുത്ത് പോയിട്ട് ചോദിക്കും, മാന്തിട്ട് കിട്ടണില്ലല്ലോ. അയാൾ പറയും ശൈത്താൻ പാത്തി. അയാൾക്ക് പറഞ്ഞാൽ മതി, 15 ദിവസത്തെ പൈസയാണ് പോയത്, ശൈത്താൻ പാത്തി. അവിടെ പോയി അബ്ദുല്ലാജി കുടുങ്ങിയില്ലേ? കുടുങ്ങിയില്ലേ? ആ കുടുങ്ങി. ഇനി കുടുങ്ങരുതിട്ടാ. മനസ്സിലായില്ലേ? എന്തിനാണ് അതൊക്കെ മാന്തണത്? മിൻ കുനൂസിൽ ജന്ന, സ്വർഗലോകത്തിന്റെ നിധി എന്ന് പറയുന്നത് അത് അവിടെ ഉണ്ടാവുമല്ലോ. നമുക്ക് നാളെ പോയിട്ട് എടുത്തൂടെ? സ്വർഗത്തിലുള്ള വൃക്ഷങ്ങളാണ്. സുബ്ഹാന, ഒക്കെ നമ്മൾ ഹദീസ് പറഞ്ഞില്ലേ, സ്വർഗത്തിലുള്ള വൃക്ഷങ്ങളാണ്. അബൂ ഹുറൈറ തങ്ങളല്ലേ നടക്കുന്ന സമയത്തിന് ആണോ ഒരു തൈ നടുമ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വഴിയിലൂടെ നടന്നുപോയി. എന്തിനായി തൈ നടുന്നത്? ഇതിനേക്കാൾ വലിയൊരു തൈ ഞാൻ പറഞ്ഞു തരട്ടെയോ? ഇത് നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ സ്വർഗത്തിൽ ഒരു തൈ അല്ലാഹു നടും. നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ ഒരു മരമായിട്ട് നിങ്ങൾക്കത് കാണാൻ പറ്റും, തോട്ടമായിട്ട് കാണാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ. ഏതായിരുന്നാലും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇത് അല്ലാഹുവിന്റെ സ്വർഗലോകത്തിലുള്ള നിധിയാണ്. യാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കിയും നാളെ പറയാം. കണ്ടമാന ഹദീസ് ഇതിനുണ്ട്. ഒരൊറ്റ ദിക്റിന്റെ ഫളായിലപ്പം പറഞ്ഞത് എത്രങ്ങാനോ ഹദീസുകൾ. എത്ര ദിവസം നമ്മൾ തുടങ്ങിയിട്ട്? ഏകദേശം 4-5 ദിവസമായില്ലേ? എത്ര ഹദീസുകൾ വായിച്ചു? ഒരു ദിവസം തന്നെ 3-4 ഹദീസുകൾ വായിച്ചിട്ടുണ്ട്. എത്ര ഹദീസുകളായി? ഇനി ഇൻഷാ അല്ലാഹ് ഹദീസുകളുണ്ട്, നാളെ പറയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇതൊക്കെ തന്നെ നമ്മൾ അദ്കാർ ചൊല്ലുന്നത്.
ഇതൊക്കെയാണ് അദ്കാറിൽ ചെല്ലുന്നത്. മനസ്സിലല്ലാതെ ഓൺലൈൻ ദിക്റല്ല, യൂട്യൂബ് ദിക്ർ എന്ന് പറഞ്ഞ വേറെ ദിക്റല്ല. ഇതൊക്കെ ഇങ്ങനെ മഹത്വമുള്ള, വളരെ ശ്രദ്ധയുള്ള, വളരെ പവറുള്ള ദിക്റുകളാണ് ഈ ദിക്റിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. കരുണക്കടലായ അല്ലാഹ്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ദിക്ർ ചൊല്ലിയിട്ട് മരിക്കാൻ നീ തൗഫീഖ് നൽകണം അല്ലാഹ്. ജീവിതത്തിൽ ഇതൊക്കെ പതിവാക്കാൻ തൗഫീഖ് നൽകണം അല്ലാഹ്. റമളാനാണ് വരാൻ പോകുന്നത്. റമളാനിൽ കടന്നുറങ്ങുന്ന അവസ്ഥ വരാൻ പാടില്ല. സകലരും റമളാനിൽ കടന്നുറങ്ങരുത്. ഇൻഷാ അല്ലാഹ് പറയും, റമളാനിൽ കടന്നുറങ്ങരുത്. രാവിലെയും വൈകുന്നേരവും നമുക്ക് ചൊല്ലണം. രാവിലെ അദ്കാർ സബാഹ് ചൊല്ലണം, വൈകുന്നേരം അദ്കാർ മസാഹ് ചൊല്ലണം. പൊട്ടി കരയണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പ്രഭാതത്തിലുള്ള മലക്കുകളും പറയണം, പടച്ചോനെ ഇവർ ദിക്ർ ചൊല്ലുന്നവരാണ്. പ്രദോഷത്തിൽ വൈകുന്നേര സമയത്തിലുള്ള മാലാക്കന്മാരും ആകാശലോകത്തിന് മുകളിൽ ചെന്നിട്ട് പറയണം, ഇവർ ദിക്ർ ചൊല്ലുന്ന ദാക്കിരീങ്ങളാണല്ലാന്ന്. നമുക്ക്